Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, ഞാനാ prayer പാടുന്നത്. ഞാനാണ് മാം, ജംഷീന. പറയട്ടെ. Prayer. Dear Lord, thank you for the gift of this new day. Please guide my steps, protect me harm, and fill my heart with your peace and love. Help me to see your blessing in every moment, and may I serve others with kindness and grace. Amen. Okay. Signing ആരാ? Signing. ആതിര. Good afternoon, ma'am, and my dear friends. Welcome to today's online class. My name is Adira. It's great to see so many of you here, ready to learn and engage in our class. I encourage you to actively participate by asking questions, share your thoughts, and contributing to the discussion. Let's make the productive and engaging section. I welcome Aishatul Bushra for thought and Rashmi for action song. Thank you. Okay. Good afternoon, ma'am. Good afternoon, all. Thought പറയട്ടെ. പറഞ്ഞോളൂ. Not all of us can do great things, but we can do small things with great love. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. അതൊക്കെ. Thank you, ma'am. Okay. Action song ആരാണ്? Good afternoon, ma'am. Good afternoon. എന്റെ പേര് രശ്മി. ഒരു ചെറിയ കൗണ്ടിങ് സോങ് കേൾക്കാം. Okay. How many fingers on one hand? How many fingers on one hand? How many fingers on one hand? Let's all count together. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. How many fingers on two hand? How many fingers on two hand? How many fingers on two hand? Let's all count together. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clap, clap, clap your hands. Clap, clap, clap your hands. Clap, clap, clap your hands. Clap your hands with me. Thank you, Miss. Okay. Practice ചെയ്തല്ലേ action song? Okay. Okay. ഇന്നപ്പോ മിസ് ഇന്ന് ക്ലാസ് എടുക്കുന്നില്ല. ഒരു ആക്ടിവിറ്റി ചെയ്യാൻ തരട്ടെ നിങ്ങൾക്ക്? റെഡിയാണ് എല്ലാവരും? റെഡിയാണ് മാം. ഓക്കെ, അപ്പൊ മിസ് കുറച്ച് വിഷയങ്ങൾ തരാം, ടോപ്പിക്സ് തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് സംസാരിക്കാം. ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി ഇന്നത്തെ. അപ്പൊ ഇത് എന്തിനാ ചെയ്യിക്കുന്നതെന്ന് അറിയോ നിങ്ങളെ കൊണ്ട്? എന്തിനാ ചെയ്യിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പീച്ചുകളൊക്കെ ചെയ്യിക്കുന്നത്? കോൺഫിഡൻസ് വരാനായിട്ട്. കോൺഫിഡൻസ് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പീച്ചിങ് എബിലിറ്റി അല്ലെങ്കിൽ എഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ മിസ് ടോപ്പിക്സ് തരട്ടെ. ടോപ്പിക്സിൽ ഫസ്റ്റ് വൺ ആണ് ഹ്യൂമൻ വാല്യൂസ്, മാനുഷിക മൂല്യങ്ങൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ ടോപ്പിക് ആണ് വയോജനങ്ങള്, വയോജനങ്ങളെ കുറിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ടോപ്പിക് ആണ് ലൈഫില് നിങ്ങളുടെ ഫാദർ. എന്താണ് സെക്കൻഡ് എന്തായിരുന്നു? എൽഡർ പീപ്പിൾ ആണോ ഉദ്ദേശിച്ചത്? എന്താണ് സെക്കൻഡ് ടോപ്പിക് എന്തായിരുന്നു? വയോജനങ്ങള്, വൃദ്ധജനങ്ങളൊക്കെ ഇല്ലേ? ഓക്കെ.
മൂന്നാമത്തെ ടോപ്പിക് ലൈഫില് നിങ്ങളുടെ അച്ഛൻ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫില് നിങ്ങളുടെ അച്ഛൻ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ എന്താണ് രണ്ടാമത്തും മൂന്നാമത്തത് എന്ത് പറഞ്ഞത്? വയോജനങ്ങള്, വൃദ്ധജനങ്ങളില്ലേ, ആ അവരെ കുറിച്ച് സംസാരിക്കാം. ഓക്കെ. തേർഡ് വൺ തേർഡ് പറഞ്ഞത് ലൈഫില് നിങ്ങളുടെ അച്ഛൻ, ഫാദർ എത്രത്തോളം നിങ്ങളുടെ ലൈഫില് സ്വാധീനം, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫോർത്ത് വൺ ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ്. ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ്. ഈ അഞ്ചാമത്തെ ടോപ്പിക് വിഷു. വിഷു ആണല്ലോ, നെക്സ്റ്റ് വീക്ക് ഒക്കെ വിഷു ആണ്. അപ്പൊ വിഷുവിനെ കുറിച്ച് സംസാരിക്കാം. ഇതിൽ ഏതെങ്കിലും ടോപ്പിക്സ് എടുക്കാം, എന്നിട്ട് സംസാരിക്കാം. ഒരു ടോപ്പിക്സ് എടുത്തിട്ട് സംസാരിക്കാം. ക്ലിയർ ആയോ? ആക്ടിവിറ്റി എന്താണെന്ന് ടോപ്പിക് പറയണോ? ഒന്നുകൂടിയും പറയാം. ഫസ്റ്റ് വൺ ഹ്യൂമൻ വാല്യൂസ്, മാനുഷിക മൂല്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. രണ്ടാമത്തെ ടോപ്പിക് വയോജനങ്ങള്, വൃദ്ധജനങ്ങളില്ലേ, ഓക്കെ, അവരെ കുറിച്ച് സംസാരിക്കാം. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ലൈഫില് നിങ്ങളുടെ അച്ഛൻ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നാലാമത്തെ ടോപ്പിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രോബ്ലംസ് ഇൻ ഗവൺമെന്റ് സ്കൂൾസ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ടോപ്പിക് വിഷു. ഓക്കെ, 2 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് പോയിന്റ്സുകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട് നിങ്ങൾ എടുത്തോളൂ. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ മിസ്സിനോട് പറയാം കേട്ടോ, സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം നമുക്ക്. അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. മാം മലയാളത്തിലാണോ അതോ ഇംഗ്ലീഷ്? മലയാളത്തിൽ സംസാരിച്ചോളൂ. തയ്യാറായാൽ തമ്മിടണം കേട്ടോ, കമന്റ് ഇടാം. സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. മിസ് ഞാൻ പറയാം. ആരാണ്? രശ്മി. സ്റ്റാർട്ട് ചെയ്തോളൂ. ടോപ്പിക് എന്തായിരുന്നു സെലക്ട് ചെയ്തത്? എന്റെ ലൈഫില് എന്റെ അച്ഛന്റെ സ്ഥാനം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. എന്റെ അച്ഛന്റെ പേര് രാധാകൃഷ്ണപിള്ള എന്നാണ്. അപ്പം ഞങ്ങള് ഒരു വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വെച്ചാ എന്റെ അച്ഛനൊക്കെ വളർന്നു വന്നത് വളരെ സാധാരണപ്പെട്ട ഒരു കർഷക കുടുംബം. ഒരുപാട് കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചിട്ടാണ് എന്റെ അച്ഛൻ വളർന്നു വന്നത്. അച്ഛൻ 17ാമത്തെ വയസ്സിൽ 10ാം ക്ലാസ് പാസ്സായിട്ട് ബോംബെക്ക് കയറി പോവാ ചെയ്തത്. എന്നിട്ട് അവിടെ നിന്നിട്ട് അച്ഛന് എയർഫോഴ്സിൽ സെലക്ഷൻ കിട്ടി. അച്ഛൻ എയർഫോഴ്സിലായിരുന്നു. പിന്നെ അമ്മയായിട്ട് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ 2 പെൺപിള്ളേരാ. ഒന്ന് എന്റെ ചേച്ചി, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ. 5 വർഷം കഴിഞ്ഞ് ഞാനും ചേച്ചിയും തമ്മിൽ 5 വയസ്സിന്റെ ഗ്യാപ്പാ ഉള്ളത്. അപ്പോ അച്ഛൻ എപ്പോഴും പറയും, അച്ഛന്റെ കുഞ്ഞുനാളിൽ അച്ഛന് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അച്ഛൻ നല്ലപോലെ അന്നൊക്കെ അരി അവർക്ക് കുറവായിരുന്നു. ചീനിയും കാച്ചിലും അതൊക്കെ അവർ കഴിക്കുന്നത്. ചോറ് കഴിക്കാൻ കൊതിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ 2 പേരെയും അച്ഛൻ ഒരു കുറവും വരുത്താതെ വളർത്തിയത്. അച്ഛൻ എന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് അതെല്ലാം എനിക്ക് കിട്ടാത്തതെല്ലാം എന്റെ മക്കൾക്ക് കിട്ടണം എന്നൊരു രീതിയിൽ ഞങ്ങളെ 2 പേരെയും അച്ഛൻ വളർത്തി. അത് കഴിഞ്ഞ് അച്ഛൻ എയർഫോഴ്സിൽ നിന്ന് വന്നിട്ട് അച്ഛൻ ഖത്തർ എയർഫോഴ്സിൽ കിട്ടിപ്പോയി. കാരണം അന്നൊന്നും അച്ഛനൊക്കെ നിൽക്കുന്ന സമയത്ത്
ഇതുപോലെ നല്ല സാലറി ഒന്നും സർവീസിലില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇപ്പം സർവീസിലൊക്കെ ഒരുപാട് സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അച്ഛൻ നിൽക്കുന്ന സമയത്തൊന്നും അങ്ങനെ വലുതായിട്ട് സാലറി ഒന്നും ഇല്ല. പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നുണ്ടായതുകൊണ്ട് അച്ഛനെ ഖത്തർ എയർഫോഴ്സിൽ പോയി. ശരിക്കും എന്റെയും ചേച്ചിയുടെയും ഒന്നും ഒരു കുട്ടിക്കാലമോ ഞങ്ങൾ വളരുന്ന കാര്യങ്ങളോ ഒന്നും അച്ഛൻ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ശരിക്കും ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോന്നും അച്ഛൻ കൊണ്ട വെയില എന്ന് വേണം പറയാൻ. എന്നിട്ട് അച്ഛൻ പോയി. ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ലപോലെ പഠിക്കുമായിരുന്നു. ചേച്ചി ബിടെക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചേച്ചിക്ക് ക്യാമ്പസ് സെലക്ഷൻ ആയി. ചേച്ചി ജോലി കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ചേച്ചിക്ക് കല്യാണ സമയം വന്നപ്പോൾ ചേച്ചിയുടെ ഒരു ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ എല്ലാ ബന്ധുക്കളും എതിർത്ത് നിന്നപ്പോഴും അച്ഛൻ പറഞ്ഞു, ഇല്ല ഞാൻ എൻ്റെ മോളുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു. ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചു. അവര് സന്തോഷമായിട്ട് നിൽക്കുന്നു. ഒരു പോളണ്ടിൽ സെറ്റിൽഡ് ആണ്. പിന്നെ ഞാൻ ബിടെക് കഴിഞ്ഞപ്പോൾ അച്ഛനിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ബാങ്ക് കോച്ചിങ്ങിന് പോകണം. അച്ഛന് ബാങ്കിൽ ജോലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോയില്ല. അങ്ങനെ ഞാൻ എംടെക്കിന് പോയി. എംടെക്കിന് കഴിഞ്ഞപ്പോഴായിരുന്നു എന്റെ കല്യാണം കഴിഞ്ഞ് ഇതും അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ, എന്റെ ഹസ്ബൻഡും ഞാനും. അപ്പൊ ഞാനതിങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോ അച്ഛന് പറഞ്ഞ എന്റെ മോളുടെ ഇഷ്ടമാണ്. പക്ഷെ അച്ഛൻ ഒരു കാര്യം മാത്രമേ അന്ന് പറഞ്ഞുള്ളൂ, നീയായിട്ട് തെരഞ്ഞെടുത്ത ജീവിതമാണ്. അപ്പൊ നാളെ കാലത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോണ്ട് അച്ഛൻ്റെ അടുത്തോട്ട് വരരുതെന്ന് മാത്രം അച്ഛൻ പറഞ്ഞുള്ളൂ. പക്ഷെ അത് വെറുതെ ആയിരുന്നു. എനിക്കറിയാം എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും എന്റെ അച്ഛൻ എന്റെ കൂടെ നിൽക്കും എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ജോലി കിട്ടി. ഞാൻ കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ അച്ഛന് ഭയങ്കര അഭിമാനമായിരുന്നു. അച്ഛന്റെ 2 മക്കളും 2 പെൺപിള്ളാരും അച്ഛൻ പഠിപ്പിച്ച് ഇത്രയൊക്കെ. കാരണം ഞങ്ങൾ രണ്ടുപേരും എഞ്ചിനീയറിംഗിന് പോയ സമയത്ത് ഒരുപാട് പേര് എതിർക്കാനുണ്ടായിരുന്നു. പെൺപിള്ളേർ എഞ്ചിനീയറിംഗിന് വിട്ടിട്ട് എന്ത് നേടാനാ, പെൺപിള്ളേര് പ്രത്യേകിച്ചും ചേച്ചി പോയ സമയത്ത് എല്ലാവരും പറയുമായിരുന്നു, പെൺപിള്ളേരൊന്നും എഞ്ചിനീയറിംഗിന് വിട്ട ഒരു കാര്യമില്ലെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾ അങ്ങനെ അല്ല, അച്ഛൻ ശരിയായിരുന്നു, ഞങ്ങളെ വിട്ടത് കൊണ്ടെന്ന് കാണിക്കാൻ പറ്റി. പിന്നെ എനിക്ക് മോൻ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് മോൻ ഒരു സ്പീച്ച് ഡിലേ വന്ന് അങ്ങനെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതായി. അവനെ തെറാപ്പിക്ക് കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകണമായിരുന്നു. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ മോൻ ഒരുവിധം ഓക്കെ ആയി. പക്ഷെ ഇപ്പൊ അച്ഛനൊരു വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. പിന്നെ എന്റെ മോന്റെ ആ ഒരു സംസാരത്തിന്റെ പ്രശ്നം കൊണ്ട് അച്ഛനൊരു വിഷമമുണ്ട്. മ്യൂട്ട് ചെയ്തേ. ഓക്കെ, അതാണ് ഇപ്പൊ അച്ഛന്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ളൊരു വിഷമം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഒരു ഇത്രയും പഠിച്ചിട്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. എന്നാലും അച്ഛൻ ഹാപ്പിയാ. അച്ഛൻ എപ്പോഴും പറയും, അവള് മിടുക്കിയായതുകൊണ്ടാണ് കുഞ്ഞിനെ ഇത്രയും അവൾക്ക് നോക്കി ഇത്രയും മാറ്റിയെടുക്കാൻ പറ്റിയത്, വേറെ ആരെക്കൊണ്ടും. പക്ഷെ ആരുടെ മുമ്പിലും ഞങ്ങൾ 2 പെൺപിള്ളാരെയും ഒന്ന് കുറച്ച് കാണിക്കാൻ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഒക്കെ പറയും, ഇങ്ങനെയുണ്ടോ ഒരു അച്ഛനും മക്കളും, എന്തുണ്ടെങ്കിലും എന്തോ വിളിച്ചു പറഞ്ഞാലും അപ്പോഴേ അച്ഛൻ കാർ എടുത്തുകൊണ്ടെങ്കിൽ വരും, മോക്ക് അതാ വഷളത്തരം ആയിപ്പോയെന്ന് പറയും. ഞാൻ പറയും, അങ്ങനെ തന്നെയാ, നാളെ നിങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലേ അച്ഛൻ, എനിക്ക് അറിഞ്ഞൂടാ എല്ലാവർക്കും അങ്ങനത്തെ അച്ഛന്മാരെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങള് ഭയങ്കര ലക്കിയാ ഞങ്ങളുടെ അച്ഛനെ കൊണ്ടെന്ന് വെച്ചാൽ വഴക്കൊക്കെ ഉണ്ടാവും, ഞങ്ങൾ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാവും അച്ഛനുമായിട്ട്. പക്ഷെ അച്ഛനുള്ള കാലമാണ്. എനിക്ക് നാളെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് പേടിയാ. അച്ഛനും അതുപോലെ തന്നെ അമ്മയും. അച്ഛൻ ഇത്രയും വെളിയിൽ പോയി കഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളെ നാട്ടിൽ നല്ലതുപോലെ വളർത്തിയത് ഞങ്ങളുടെ അമ്മയാ. അപ്പൊ അമ്മയുടെ കഷ്ടപ്പാട് നമ്മൾ ഓർക്കണം. കുറച്ച് പറയല്ല, അമ്മയ്ക്ക് ജോലി ഇല്ലായിരുന്നു, അമ്മയാണ് ഞങ്ങളെ നല്ലൊരു പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ. പക്ഷെ ഇത്രയും നാളെ പറ്റി എനിക്ക്, അവരില്ലാത്തൊരു കാലത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ എനിക്ക് പേടിയായി ഇപ്പൊ. സത്യം പറഞ്ഞ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ കൂടെ ജീവിക്കുന്നെങ്കിൽ പോലും എന്റെ ധൈര്യമാ. എനിക്കൊന്ന് വിളിച്ചാ ഓടി വരാൻ എന്റെ അച്ഛനുണ്ട്, എന്റെ അമ്മയുണ്ട്. എന്റെ ഒരു മുഖം, എന്റെ ഒരു ശ്വാസത്തിന്റെ ഇത് മാറിയാ ചിലപ്പോ എന്റെ ഹസ്ബൻഡിന് മനസ്സിലാവുന്നതിനേക്കാളും ഞാൻ വിളിക്കും എന്റെ അച്ഛനും അമ്മയ്ക്കോ മനസ്സിലാവുന്നത്. അപ്പൊ ഞങ്ങൾ 2 പെൺമക്കളും ഞങ്ങൾക്ക് ഇതുപോലൊരു അച്ഛനെ കിട്ടിയതിൽ ഞങ്ങൾ ഭയങ്കര ലക്കിയാ. ഞങ്ങൾ ഇന്ന് ഇത്രയും ആയതിന് കാരണം ഞങ്ങളുടെ അച്ഛൻ കൊണ്ട്, ഞങ്ങളുടെ അച്ഛന്റെ വിയർപ്പിന്റെ ഫലമാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും. ദൈവത്തിനോട് നന്ദി പറയുന്നു. ശരിയാണല്ലേ രശ്മി പറഞ്ഞത്? നമ്മള് പെൺമക്കളാവുമ്പോ അച്ഛനോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് അല്ലെ? പെൺമക്കൾക്ക് അച്ഛനോടും അതുപോലെ തന്നെ ആൺപിള്ളേർക്ക് എങ്ങനെയാണ്, അമ്മമാരോടായിരിക്കും പറയാറുണ്ടല്ലേ? ഇനി ആരാ പറയുന്നത്? ഞാൻ പറയാം. ശീല. എനിക്കും അതേ ടോപ്പിക്കാണ് പറയാനുള്ളത്. എന്റെ പേര് ഉമ്മർ ഫാറൂഖ് എന്നാണ്. ഞങ്ങള് ജനിച്ചു വളർന്നതൊക്കെ കോയമ്പത്തൂരാണ്, തമിഴ്നാടാണ്. എന്റെ ഉപ്പാക്ക് അവിടെ ഇരുന്ന് കച്ചവടം, ടയറിന്റെ ബിസിനസ് ആയിരുന്നു.
അപ്പൊ ഞങ്ങള് അവിടെ ഇരുന്നു. ഇതേപോലെ ഞങ്ങള് 3 കുട്ടികളാണ്. എന്റെ മേലെ എന്റെ താത്തയും ഞാനും എന്റെ ഒരു അനിയനും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതേപോലെ ഭയങ്കര ഫ്രണ്ട്സ് അങ്ങനെ പോലെയായിരുന്നു. ഞാനും എന്റെ ഉപ്പയും. എന്റെ ഉപ്പാക്ക് ഞങ്ങൾ 3 പേരിലും കൂടുതൽ ഇഷ്ടം എന്നോടായിരുന്നു. എന്റെ താത്തയും എന്റെ അനിയനൊക്കെ തല്ലുകൂടും. അവരൊക്കെ വഴക്കുണ്ടാക്കും. ഉപ്പാക്ക് അവളെ മാത്രമുള്ളൂ ഇഷ്ടം. ഞങ്ങളോട് ഇഷ്ടമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തല്ലുണ്ടാക്കും. അങ്ങനെയൊക്കെ. പിന്നെ എന്റെ എൻഗേജ്മെന്റ് എനിക്കിതുപോലെ ലവ് മാരേജ് ആയിരുന്നു. ഇപ്പാക്ക് ഇഷ്ടല്ലാത്തൊരു സംഭവമായിരുന്നു ലവ് മാരേജ് എന്ന് പറഞ്ഞാല്. തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞപ്പോ കൊറേ വേണ്ടാന്നൊക്കെ പറഞ്ഞു. പിന്നെ സമ്മതിച്ചു. കൊറേ വഴക്കൊക്കെ ഉണ്ടായി സമ്മതിച്ചു. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോ ഉപ്പാക്ക് ക്യാൻസർ വന്നു. ക്യാൻസർ വന്നിട്ട് 1 കൊല്ലം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലപോലെ ഇരുന്നിരുന്നു. പിന്നെ അങ്ങനെ അധികമായി. ഉപ്പ എന്റെ നിക്കാഹ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉപ്പ മരിച്ചു. ഉപ്പ മരിച്ചിട്ട് ഒരു 7ന്റെ അന്നായിരുന്നു എന്റെ കല്യാണം. ഉപ്പാന്റെ ആഗ്രഹമായിരുന്നു അത്. കല്യാണം പറഞ്ഞ ദിവസത്തിൽ തന്നെ നടത്തണം, ഞാൻ വിചാരിച്ച പോലെ നടത്തണം, എല്ലാതും അതേപോലെ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ മരിച്ചിട്ട് 7ന്റെ അന്ന് എന്റെ കല്യാണം നടത്തി. ഇപ്പൊ കൂടില്ല. അവള് രശ്മി പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ വിളിച്ചിങ്ങനെ എന്തേലും വിളിച്ചു പറയാന് ഇപ്പന്ന് വിളിക്കാൻ ഇപ്പൊ ഞങ്ങക്ക് ആളില്ല. സാരില്ലടാ, പോട്ടെ. വിഷമിക്കല്ലേ. ഉപ്പ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടത്തിയില്ലേ നല്ല രീതിയിൽ അല്ലേ? അതെ, ഞങ്ങൾ നല്ലപോലെ ഒരു കുറവ് അറിയാതെ ഞങ്ങളെ നല്ലപോലെ നോക്കിയിരുന്നു. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അത് അതേപോലെ മേടിച്ചു തരും. ഒരു കുറവും ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. ഇപ്പ ഞങ്ങൾ എങ്ങോട്ടേലും പുറത്ത് കൊണ്ടായാലും ചിലപ്പോ ഇപ്പാന്റെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളൂ വെച്ചെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും മേടിച്ചു തരും. ഞങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ചിലപ്പോ ഞങ്ങൾക്ക് ഷെയ്ക്ക് മേടിച്ചു തരുമ്പോ ഇപ്പൊ അതൊരു ലൈം ജ്യൂസിൽ ഒതുക്കും. അത്ര പൈസ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങക്ക് മനസ്സിലാവും പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. ഞങ്ങൾക്ക് ഞാൻ പറയാം മാം. ആര്യ. അച്ഛനെ പറ്റി പറയുന്നതാണ് ആഗ്രഹം, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇമോഷണലായി. കേക്കാവോ മാം? ഓക്കെ. ഏത് ടോപ്പിക്കാണ് സെലക്ട് ചെയ്തത്? ഹലോ, കേക്കാവോ? പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. അച്ഛനെ പറ്റി പറയുന്നതാണ് ആഗ്രഹം, പക്ഷേ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇമോഷണൽ ആയി പോകുന്നതുകൊണ്ട് ഞാൻ പ്രോബ്ലംസ് ഗവൺമെന്റ് സ്കൂൾ പറയാം. ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. പക്ഷേ എന്റെ മോളിപ്പോ CBSE സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അതിന്റെ കമ്പാരിസൺ അങ്ങനെ കമ്പയർ ചെയ്ത് പറയാം. അപ്പൊ ഞാൻ ഗവൺമെന്റ് സ്കൂളില് KG ഒന്നും ഒന്നില്ല, നഴ്സറി പോലെയാ. ഒരുമിച്ചാണല്ലോ UKG pre-KG അങ്ങനെയൊന്നുമില്ല, ഒരുമിച്ചാണല്ലോ നമ്മൾ. പക്ഷെ ഇപ്പോ pre-KG സെക്ഷനുണ്ട്, LKG ഉണ്ട്, UKG ഉണ്ട്. അവിടെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഓരോ സെക്ഷനായിട്ടാ pre-KGയിൽ എങ്ങനെയാണ് കെയർ ചെയ്യാനുള്ളത്, അവിടുന്ന് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് പോവും. പിന്നെ LKGയിലാവുമ്പോഴത്തേക്കും അങ്ങനെയാ, UKG ഓരോ ഇതില് ഓരോ കെയറിങ്. പക്ഷെ നമ്മളൊന്നും പഠിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല. പഠിക്കുന്ന കുട്ടികൾ കാണും, പെൻസിൽ പിടിക്കാൻ അറിയുന്ന കുഞ്ഞുങ്ങൾ കാണും, എഴുതാൻ അറിയുന്ന കുഞ്ഞുങ്ങൾ കാണും. അങ്ങനെയാ ഞങ്ങളൊക്കെ പഠിക്കുമ്പോ. അപ്പോ എഴുതാൻ അറിയാത്ത കുഞ്ഞുങ്ങൾ pre-KGന്ന് ചിലപ്പോ pre-KG ഇല്ല, നഴ്സറിന്ന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് പോകും. അവിടെയും എഴുതാൻ അറിയാവുന്ന കുഞ്ഞുങ്ങളാ. പക്ഷെ ഇപ്പോ മോള് പഠിക്കുമ്പോ pre-KGയിൽ എന്തൊക്കെയാ, കളറിങ് ആണെങ്കിലും ആക്ടിവിറ്റി ആണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങളെയും CBSEയില് എല്ലാ കുഞ്ഞുങ്ങളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സ്റ്റേജ് പ്രോഗ്രാം ആയാലും എല്ലാം. അവിടുന്ന് LKGയിലോട്ട് പോകുമ്പോഴും അതേ മെത്തേഡാ. അക്ഷരങ്ങൾ ഏതൊക്കെ അക്ഷരങ്ങൾ അവിടെ കവർ ചെയ്യാനുള്ളത് അത് ഫുള്ളും. അറിഞ്ഞൂടാത്ത കുട്ടിയായാലും പെൻസിൽ പിടിക്കാൻ അറിഞ്ഞൂടാത്ത കുട്ടിയെ ടീച്ചർ അടുത്ത് പിടിച്ചു നിർത്തി
പറഞ്ഞു കൊടുക്കും ഇതുപോലെയാണ് എഴുതാൻ. അല്ല അവർക്ക് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ കെയർ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ആ ഗവൺമെന്റ് സ്കൂളിൽ ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ 12 വർഷം അതായത് +2 വരെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാ. അപ്പൊ അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതായത് സത്യം പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 5ാം ക്ലാസ് ആയി ഇംഗ്ലീഷ് ഒന്നും ഒരുവിധം എനിക്ക് കൈകാര്യം ചെയ്യാൻ. അത് തനിയെ ഞാൻ പഠിച്ചതാ. എനിക്ക് ഇന്നും അതായത് ടീച്ചേഴ്സ് പറഞ്ഞിരുന്ന കാര്യം അതേപോലെ ഓർമ്മയിൽ വെച്ചിട്ട് വീട്ടിൽ വന്ന് കാണാതെ വായിക്കും. അതായത് അറിഞ്ഞൂടാ ഇത് ഇങ്ങനെയാണ്, പക്ഷെ വേറൊരിടത്ത് കണ്ടാൽ അത് വായിക്കാൻ എനിക്കറിയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസാ. പക്ഷെ എൻ്റെ മോൾ ഇന്ന് എനിക്ക് പറഞ്ഞു തരും, അമ്മ ഇത് ഇങ്ങനെയാണ് കാര്യം. അവള് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ അന്ന് കാണാപ്പാഠം പഠിച്ചെന്ന് തന്നെ പറയാം. അതായത് അന്നത്തെ രക്ഷപ്പെട്ട ആ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ട് പോകാൻ വേണ്ടി മാത്രം ഞാൻ പഠിച്ചതാ. നമ്മൾ ആ എക്സാമിന് പാസ്സാവണം എന്ന് വിചാരിച്ച് പഠിച്ചതാ. അങ്ങനെയാ. പക്ഷെ അപ്പോ ഇപ്പൊ ഇട്ടെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ക്ലോക്ക് എടുത്ത് എക്സാമ്പിൾ ആയിട്ട് ക്ലോക്ക് എടുത്താ എന്റെ മോള് പറയും, അമ്മ ഇതാണ് ടൈം. പക്ഷെ അന്നൊന്നും അറിഞ്ഞൂടാ. അതേപോലെ നമ്പേഴ്സ് കണ്ടാലും എവിടെ കണ്ടാലും കൗണ്ട് ചെയ്യാൻ എൻ്റെ UKG മോള് പഠിക്കുന്നത്. അപ്പൊ ഒരുപാട് കമ്പാരിസൺ ഉണ്ട്. പിന്നെ ബോർഡ്, നമ്മളെ ബോർഡ് വരുമ്പോൾ പണ്ടൊന്നും അങ്ങനെ ഒരു ഇതേ ഇല്ലാത്ത ക്ലാസ് റൂം കാണും. വെറുതെ അറിയാവോന്ന് വെറുതെ എടുത്ത് ഞാൻ ചിലപ്പോ ഹാങ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ചിലപ്പോ താഴെ പോരും നമ്മളൊക്കെ പഠിക്കുന്ന സ്ഥലത്ത്. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ക്ലിയറാ, നീറ്റാണ്. പിന്നെ ഇപ്പോ ഡിജിറ്റലാണ്, നല്ല ഡിജിറ്റൽ ആയിട്ടുള്ള മോളെ ക്ലാസ് റൂം ഒക്കെ ഡിജിറ്റലാ. അതേപോലെ ടോയ്ലറ്റ് നമുക്ക് നഴ്സറി മുതൽ ചിലപ്പോ അവിടെ 7ാം ക്ലാസ് വരെ ആണെങ്കിൽ കോമണാ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒറ്റ ബാത്റൂമാ, ടോയ്ലറ്റ് ആയാലും ബാത്റൂം ആയാലും ഒറ്റ ഇതാ. പക്ഷെ മോള് പഠിക്കുന്ന സ്കൂളിൽ പ്രത്യേകം, KG ആയാലും പ്രത്യേകം, 4th സ്റ്റാൻഡേർഡ് വരെ പ്രത്യേകം, അങ്ങനെ പ്രത്യേകം. അത് അപ്പോഴപ്പോഴാ ക്ലീൻ ചെയ്യാൻ അവിടെ ആയുണ്ട്. പിന്നെ കുടിവെള്ളം, നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ വെള്ളം തീർന്ന പിന്നെ നമുക്ക് വെള്ളം കിട്ടൂല. അങ്ങനെയല്ലേ പലർക്കും, അങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിക്കണം, തന്നാലും നമ്മൾ കുടിക്കൂല്ലെങ്കിൽ നമുക്ക് കിട്ടൂല. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഓരോ ക്ലാസ് റൂമിലും ഓരോ വാട്ടറിന്റെ അത് വെച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ നമുക്ക് പോയി എടുക്കാം. വാട്ടറിന്റെ പ്രശ്നം വരുന്നില്ല. മോളെയൊക്കെ സ്കൂളിൽ അങ്ങനെയാ. എനിക്ക് വേറെയുള്ള സ്കൂളിലെ കാര്യം അറിഞ്ഞൂല. പിന്നെ ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡ് നമ്മൾ കഴിച്ചാലായില്ല, അതാരും ചോദിക്കാനൊന്നും വരില്ല. നീ കഴിച്ചോ, അത് ഫിനിഷ് ചെയ്തോന്നൊന്നും ആരും ചോദിക്കൂല. പക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെടാത്ത ഫുഡാണ് കുഞ്ഞ് കൊണ്ടുപോകുന്നതെങ്കിൽ അന്ന് വൈകിട്ട് പറയും, ഇന്ന് ആ കുട്ടി ആ ഫുഡ് കഴിച്ചില്ലേ, നാളെ അത് കൊടുത്തു വിടണ്ട, വേറെ കൊടുത്തു വിടണം. ഫിഷാണ് കൊടുത്ത്, ഇന്ന് അത് കഴിച്ചില്ല, നാളെ മുട്ട കൊടുത്തു വിടണേ എന്ന് പറയും. പക്ഷെ നമ്മളൊന്നും പഠിക്കുമ്പോ കഞ്ഞി കുടിച്ചാലായി, ഇല്ലെങ്കിലായി, അങ്ങനെയല്ലേ. അതേപോലെ ഒരുപാട് എനിക്ക് പഠിപ്പിക്കുന്നതിനെ പറ്റി മോള് പോകുന്നതുകൊണ്ട് എനിക്കറിയാം. ഇപ്പോഴത്തെ ഗവൺമെന്റ് സ്കൂൾ കുറേയൊക്കെ സ്കൂളുകൾക്ക് മാറ്റം വന്ന് കാണും. പക്ഷെ കുറച്ച് ചിലപ്പോ ഒരു 50% മാത്രമേ മാറിയിട്ടുണ്ടാവൂ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. കാര്യം പഠിക്കുന്ന കുട്ടികൾ പഠിച്ചു, പക്ഷെ അത് എനിക്ക് അത്ര ശരിയായിട്ടുള്ള കാര്യമൊന്നും തോന്നുന്നില്ല. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയല്ലേ. അപ്പോൾ പഠിക്കാത്ത കുഞ്ഞുങ്ങൾ പഠിക്കാതെ അവിടെ തന്നെ ഇരിക്കുകയും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിച്ചു പോകും. CBSE വരുമ്പോൾ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മളിപ്പോ ക്യാഷ് കൊടുത്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് എന്റെ കുഞ്ഞത് എഴുതാൻ കുഞ്ഞിന് പറ്റുന്നില്ല, നിങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. പക്ഷെ ഗവൺമെന്റ് സ്കൂളിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പേടിയുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. പിന്നെ ബേസ് ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ KG ആണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബേസ് കൊടുക്കുന്നത്. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് KG ആ. എന്റെ മോളിപ്പോ മലയാളം ആണെങ്കിലും ചിലര് പണ്ടുള്ളവര് പറഞ്ഞല്ലോ, CBSE പഠിച്ചാൽ മലയാളം വായിക്കാൻ അറിയൂല, ഇംഗ്ലീഷേ പറ്റൂ, അതങ്ങനെയാ, പിന്നെ കൊച്ചിന് മലയാളം അറിയാൻ വയ്യാന്ന് പറയും. പക്ഷെ ചുമ്മയാ. എന്റെ മോള് മലയാളവും ഇംഗ്ലീഷും നന്നായിട്ട് വായിക്കുകയും ചെയ്യും, എഴുതുകയും ചെയ്യും. പിന്നെ കുറച്ചു പേര് പറയും ഗവൺമെന്റ് സ്കൂളിൽ തനിയെ പഠിക്കാൻ പറ്റും, വെളിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ എഴുതും, CBSE പഠിച്ച പുസ്തകം മാത്രമേ പഠിക്കുകയുള്ളൂ, വെളിയിൽ നിന്നൊന്നും ഒന്നും അറിയില്ല. പക്ഷെ ചുമ്മയാ. എന്റെ മോള് എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അങ്ങനെ ആയിരിക്കുമോ എന്ന്. വെളിയിൽ നിന്നൊരു ടെക്സ്റ്റ് കൊടുത്താ എഴുതാൻ പറ്റില്ലേ, അല്ലെങ്കിൽ അത് കൗണ്ട് ചെയ്യൂലേ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മോക്ക് ഞാൻ ഇങ്ങനെയൊക്കെ വെളിയിലുള്ളത് ആ ഒരു ഇത് വെച്ചിട്ട് വെളിയിൽ നിന്നുള്ള ടോപ്പിക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അറിയാം. അവര് അത്രയും എക്സാമ്പിൾസ് വെച്ച് കുഞ്ഞിന് മനസ്സിലാക്കുന്ന രീതിയിലാണ് CBSE പഠിപ്പിക്കുന്നത്. പക്ഷെ അത്രത്തോളം ഒന്നും ഗവൺമെന്റിൽ വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോ ഇത്രയും ആയി പഠിച്ചു കഴിഞ്ഞിട്ട്
പക്ഷെ എനിക്ക് എല്ലാം ഈക്വൽ ആയിട്ട് കാണണം. എഴുതാൻ അറിയാത്ത കുഞ്ഞിനെയും എഴുതിപ്പിക്കാനുള്ള ഒരു ഇത് ടീച്ചേഴ്സ് കാണിക്കണമെന്നുള്ള ഒരു ഇതുണ്ട്. നമ്മള് CBSE സ്കൂളിലും 37 കുഞ്ഞുങ്ങളുണ്ടല്ലോ. അപ്പൊ അവർക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ ആ ടീച്ചേഴ്സിന് കഴിവുണ്ടെങ്കിൽ അതേ കഴിവ് ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സിനും കാണില്ലേ പഠിപ്പിച്ചെടുക്കാനുള്ള. അപ്പൊ അവര് വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കണം. കൂടുതലും ഇപ്പോ എന്റെ ആന്റിയുടെ മോനൊക്കെ ഇപ്പോ സ്റ്റേറ്റിൽ പഠിക്കുന്നത് 5ലാണ്. പക്ഷെ അവനൊന്നും ഇപ്പോഴും മലയാള അക്ഷര എന്താണെന്നും കൂടി അറിയില്ല, ഹിന്ദി എഴുതാൻ അറിയില്ല. ഹിന്ദി പിന്നെ പോട്ടേന്ന് നോക്കട്ടെ, 5ല് ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തൊക്കെ 5ാം ക്ലാസ്സിൽ വെച്ചാണ് ഹിന്ദിയൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആയാലും 5ല് വെച്ചാണ് ഒന്ന് അത് തുടങ്ങിയത്. അപ്പൊ ആ ടൈമിലൊക്കെ നമ്മള് എന്താണ് ശരിയാണ് ഈ ആര്യ പറഞ്ഞ പോലെ തന്നെ കാണാപ്പാഠം പഠിച്ചിട്ടാണ് പോയിരുന്നത് ഓരോ കാര്യങ്ങൾ. ഇംഗ്ലീഷ് ആയാലും മലയാളം പിന്നെ നമുക്കറിയാം, ഇംഗ്ലീഷൊക്കെ കാണാപ്പാഠം, ഹിന്ദിയൊക്കെ കാണാപ്പാടൊക്കെ പഠിച്ചിട്ടാണ് പോവാറ്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയ കാലഘട്ടം. പക്ഷെ ഇപ്പോഴും പിള്ളേർക്ക് അക്ഷരങ്ങൾ എന്താണ്, മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷെ അക്ഷരം എന്താണെന്ന് പോലും അവൻ അറിയില്ല. അങ്ങനെയുള്ള സാഹചര്യം എനിക്ക് നേരിട്ടറിയാവേ. കാര്യം ഗവൺമെന്റ് സ്കൂളില് മോള് പഠിക്കുന്ന CBSE സിലബസ് അതേ ടെക്സ്റ്റ് ആണ്. UKG എന്റെ മോള് അതേ ടെക്സ്റ്റാ. പക്ഷെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ആ ടെക്സ്റ്റിൽ ഇല്ല ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കുഞ്ഞിന് ട്യൂഷൻ എടുത്തതാ. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്റെ മോള് ആ ഇംഗ്ലീഷ് വേർഡ് വായിക്കുമ്പോ ആ കുഞ്ഞിന് അതിലുള്ള ഒരു ലെറ്റർ എഴുതാൻ അറിയില്ല. അതായത് A എഴുതാനോ B എഴുതാനോ അറിയില്ല. എന്റെ മോള് ആ വേർഡ് വായിക്കുമ്പോ ആ കുഞ്ഞിന് ആ അക്ഷരം എഴുതാൻ അറിയില്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ കുഞ്ഞിനെ കാണുമ്പോ. എന്റെ മോള് അതേ ഏജുള്ള ഒരു കുഞ്ഞാ. അപ്പോ മേഡം ഒന്ന് ആലോചിച്ച് നോക്കണം, ആ കുഞ്ഞും സ്കൂളിൽ പോകുന്നു, എന്റെ മോളും സ്കൂളിൽ പോകുന്നു. ആ കുഞ്ഞിന്റെ വർഷങ്ങളും കടന്നു പോകും, എന്റെ മോളെ വർഷങ്ങളും കടന്നു പോകും. പിന്നെ മാർക്ക് കൂടുതൽ ഹൈ മാർക്ക് വാങ്ങിക്കുന്നതും വാങ്ങിക്കാത്തതും എനിക്ക് വലിയ ഇതില്ല. ഇപ്പൊ ഫുൾ A+ വാങ്ങിക്കുന്ന കുഞ്ഞിനെ ചിലപ്പോ ആ കാര്യങ്ങൾ മാത്രമേ അറിയാവുന്നുള്ളൂ, ആ ടെക്സ്റ്റിലുള്ള കാര്യം മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ 5 A+ വാങ്ങിക്കുന്ന കുഞ്ഞിന് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയാതിരിക്കും. പക്ഷെ ഈ 10 A+ അല്ലെങ്കിൽ ഫുൾ A+ വാങ്ങിക്കുന്ന കുട്ടിയാണ് ബ്രില്യന്റ്. ആ ഒരു തലത്തിൽ ഇപ്പൊ കാണുന്നു. പക്ഷെ ആ കുട്ടിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയാൻ വയ്യായിരിക്കും. ആ കാണാപ്പാഠം മാത്രം പഠിച്ച് എഴുതി. എനിക്ക് പിന്നെ ഉള്ളതെന്ന് ഞാൻ മോളെ ക്ലാസ്സിൽ പഠിക്കുന്ന ചില കുഞ്ഞുങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള വാക്ക് മാത്രമേ കുഞ്ഞുങ്ങള് വായിക്കുള്ളായിരുന്നു മുന്നേ. ആ ഒരു വാക്ക് അത് ഇപ്പൊ ഞാൻ മുഴുവനും ടീച്ചേഴ്സിന് പറയില്ല മേഡം. കാര്യം ടീച്ചേഴ്സിന് ഒരു പരിധിയുണ്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കും. പാരന്റ്സിനും എഫേർട്ട് എടുക്കണം. എന്റെ മോള് 3.5 വയസ്സിൽ LKG ഇരുന്നതാ. അപ്പോ എന്റെ മോക്ക് നഴ്സറിയിൽ വിട്ടിട്ടൊന്നും അവിടത്തേതൊന്നും കെയറിങ് ഒന്നും നന്നായിട്ടില്ലായിരുന്നു. അവിടെ സ്കൂളിൽ ചെന്ന് LKG ചെന്നിട്ടാണ് അവിടുത്തെ ടീച്ചേഴ്സാ എല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ എനിക്ക് നിർബന്ധമായിരുന്നു മോള് നന്നായിട്ട് പഠിക്കുന്ന കാര്യം നന്നായിട്ട് പഠിച്ചു പോകണമെന്നുണ്ടായിരുന്നു. അപ്പോ LKG UKG പോയപ്പോഴത്തേക്കും ഈ മോളുടെ ഏജിന്റെ ഒരു പ്രശ്നം വെച്ചിട്ട് സ്പീഡ് കുറവായിരുന്നു. മറ്റു കുഞ്ഞുങ്ങൾ നന്ന സ്പീഡിന് എഴുതുമ്പോൾ മോക്ക് സ്പീഡ് കുറവായിരുന്നു. അപ്പൊ ഞാൻ മോളെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു, UKG റിപ്പീറ്റ് ചെയ്തിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു എന്തിനു റിപ്പീറ്റ് ചെയ്യുന്നത്, കുഞ്ഞിന്റെ ഒരു വർഷം പോകും. അപ്പൊ ഞാൻ ഒരു വർഷം പോകുന്നതല്ല, കുഞ്ഞ് കാര്യം മനസ്സിലാക്കി പഠിച്ചിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോയിട്ടേ കാര്യമുള്ളൂ. പക്ഷെ അതിലെനിക്ക് നേട്ടമുണ്ട്, മോള് തനിയെ വായിക്കും എഴുതും. ഇപ്പൊ നമുക്ക് അത്രയ്ക്ക് എഫേർട്ട് കൊടുത്താൽ മതി എന്നാ എന്റെ അഭിപ്രായം. നമ്മൾ അടിച്ചും വഴക്ക് കൊടുത്തും പഠിപ്പിക്കുന്നതിനെക്കാട്ടിയും കാര്യം കുഞ്ഞിനെ മനസ്സിലാക്കി അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരും. ഇതാണമ്മ എന്ന് പറഞ്ഞു തരും. അക്ഷരങ്ങളെല്ലാം ഒന്ന് ക്ലിയർ. എന്റെ ഒരു അഭിപ്രായത്തില് LKG UKG ആ ടൈമിൽ കുഞ്ഞുങ്ങളെല്ലാം പഠിച്ച് നന്ന മനസ്സിലാക്കി വെച്ചാൽ പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കും. പയ്യെ പഠിച്ചു പോകും. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ ആ ഒരു രീതി ഇല്ല. കാര്യം ആ കുഞ്ഞിന്റെ സ്കൂളിലെ നോട്ട്ബുക്ക് നോക്കിയപ്പോ ഞാൻ കണ്ടിട്ടുള്ളത് 10 times റിപ്പീറ്റ് എന്നൊക്കെ ചുമ്മാ എഴുതിയിട്ടേക്കാ, കുഞ്ഞ് എഴുതൂല. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കുമ്പോൾ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ കുഞ്ഞ് തലതിരിഞ്ഞ് എഴുതി വെച്ചേക്കാം. അവിടെ ഒരു കറക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് വീട്ടിൽ പിന്നെ അത് ടീച്ചേഴ്സിനെ ഫുള്ള് ഞാൻ കംപ്ലൈന്റ് പറയില്ല. കാര്യം വീട്ടിൽ വരുമ്പോ അമ്മ നോക്കണം, എന്റെ കുഞ്ഞ് എന്താണ് പോയി അവിടെ പഠിച്ചിട്ടുള്ളത്, എന്തൊക്കെയാവുന്നുള്ളത് അമ്മ നോക്കണം. അമ്മ ധൈര്യമായിട്ട് അമ്മയ്ക്ക് പറയാം എന്റെ കുഞ്ഞ് ഇങ്ങനെ എഴുതിയ ടീച്ചർ ചെക്ക് ചെയ്യാത്ത എന്തേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് കുറെയൊക്കെ പ്രശ്നങ്ങളുള്ളൂ. പക്ഷെ രണ്ടും വേണം. 50% അമ്മ ഹെൽപ്പ് ചെയ്യണം, 50% ടീച്ചർ ഹെൽപ്പ് ചെയ്യണമെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് കുട്ടികൾ ഇരിക്കുമ്പോൾ എഴുതുന്ന കുട്ടികൾ എഴുതി പോട്ടെ, എഴുതാത്ത കുട്ടികൾ അവിടെ ഇരിക്കട്ടെ
ആ കുഞ്ഞ് 4 വർഷം കൊണ്ട് ആ നഴ്സറിയിൽ ഇരിക്കുക. ഇനി അടുത്ത അവൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. പക്ഷെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തതിൽ കാര്യമില്ല. കാര്യം ആ കുഞ്ഞിന് A to Z എഴുതാൻ പോലും അറിഞ്ഞുകൂടാ. ആ കുഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോയിട്ട് വലിയ വലിയ വാക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആ കുഞ്ഞിന് എഴുതാൻ പറ്റില്ല. പക്ഷെ അത് ആരും അവിടെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വിഷമം കാര്യം. 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് സ്ഥിരം ആ കുട്ടി അവിടെ പോയിട്ട് ആ കുഞ്ഞിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കുന്നതെന്ന് ആർക്കും അവിടെ ആഗ്രഹമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അത് വെച്ച് നോക്കുന്ന CBSE പോകുമ്പോൾ ഒരിക്കലും ആ ഒരു ഇത് വരില്ല. എനിക്കത് നല്ല ഉറപ്പാ. ഒരിക്കലും ആ ഒരു സ്റ്റേജിലോട്ട് ആ കുഞ്ഞ് മാറില്ല. അവർക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സ്കൂൾ മാറ്റാൻ പറയും, ഗവൺമെന്റ് സിലബസിലോട്ട് ആക്കാൻ പറയും. ആ കുഞ്ഞിനെ കൊണ്ട് പറ്റില്ല, CBSE പഠിക്കാൻ പറ്റില്ല, ഗവൺമെന്റിലോട്ട് മാറ്റിക്കോളാൻ പറയും. എനിക്കറിയാം, പേഴ്സണലായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കുഞ്ഞുണ്ട്. മോൻ ഇത് പഠിക്കാൻ പാടാണ്, CBSE ഫോളോ ചെയ്യാൻ പറ്റില്ല, ഗവൺമെന്റിലോട്ട് മാറ്റാൻ പറഞ്ഞിട്ടുള്ള കുട്ടിയുണ്ട് സ്കൂൾ പഠിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയൊക്കെയുള്ള കുറെ പോരായ്മകൾ ഉണ്ട്. അതാ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു അല്ലേ? വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരില്ല? രമ്യ. എന്നാ ഞാൻ വിഷുവിനെ കുറിച്ചിട്ട് പറയാം. വിഷു നമ്മുടെ ഹിന്ദു ഫെസ്റ്റിവൽ ആണ്. അത് നമ്മുടെ കേരളത്തിലാണ് നമ്മൾ അത് ആഘോഷിക്കുക. ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ വിഷു വരാറ്. പിന്നെ വിഷു വരുമ്പോ നമ്മള് രാവിലെ നേരത്തെ നീച്ച് കണി വെച്ച് കൈനീട്ടൊക്കെ വാങ്ങി കുളിച്ച് റെഡിയായി അമ്പലത്തിക്കൊക്കെ പോവാറുണ്ട്. പിന്നെ എല്ലാ കുടുംബക്കാരുടെ വീട്ടിൽ പോയി കൈനീട്ടൊക്കെ വാങ്ങി അങ്ങനെ ചെറുതായിട്ട് ആഘോഷിക്കാറുണ്ട്. പിന്നെ വിഷുക്കണി വെക്കുമ്പോ കുറെ ഫ്രൂട്ട്സ്, കണിക്കൊന്ന പൂവ് ഇതൊക്കെ വെച്ച് കണി കാണാറുണ്ട്. പിന്നെ പുതിയ ഉടുപ്പുകള്, വിഷു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇതാക്കാറുണ്ട്. പിന്നെന്താ, അങ്ങനെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് വിഷു ആഘോഷിക്കും. ഞാനാ? ഞാൻ പറയാം മിസ്. ആതിര. ആതിര. ഞാൻ വയോജനങ്ങളെ കുറിച്ച് പറയാനാ. ഇപ്പൊ നമ്മുടെ സമൂഹത്തില് വൃദ്ധജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെല്ലാം എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ വൃദ്ധസദനങ്ങളും അതെല്ലാം വളർന്നു വരുന്നുണ്ടല്ലോ. പിന്നെ നമ്മള് വയസ്സായവരെ എങ്ങനെ നോക്കുന്നോ അതുപോലെ ആയിരിക്കും നമ്മളെ മക്കളും നാളെ നമ്മളെ നോക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന എത്ര പ്രായമായവര് വീട്ടിന്റെ ഉള്ളില്. പിന്നെ ഇപ്പൊ ഈ മീഡിയയും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം, പണ്ട് കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ മീഡിയയും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷമാണ് ഈ വൃദ്ധജനങ്ങൾ വീട്ടിനുള്ളിൽ എത്ര വേദന അനുഭവിക്കുന്നുള്ളത് പുറം സമൂഹങ്ങള് കുറേയെല്ലാം അറിയുന്നുണ്ട്. പിന്നെ അവർക്ക് നമ്മള് ചെറുപ്പത്തിലെല്ലാം നമുക്ക് സ്കൂൾ ഇങ്ങനെ കഥകളും അതും ഇതെല്ലാം പറഞ്ഞു തന്ന അതൊന്നും പിന്നെ അവർക്ക് ഓർമ്മയുണ്ടാകുന്നില്ല. ഇപ്പൊ നമ്മളെ അച്ഛനമ്മയായാലും വയസ്സായി കഴിഞ്ഞാൽ അവരെ പിന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി. ഇപ്പൊ നമുക്ക് നാളെ ഇതേ അവസ്ഥ വരുമോന്നില്ല നമുക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത് എങ്ങനെയായിരിക്കും നമ്മളെ അവസ്ഥ നാളെയെന്ന്. പക്ഷെ നമ്മളെ കണ്ടാണ് നമ്മളെ മക്കൾ വളരുന്നത്. നമ്മൾ ഇങ്ങനെ വയസ്സായവരെ പരിചരിക്കുന്നു, അത് കണ്ടിട്ടാണ് പിന്നെ അതിന് താഴെയുള്ളവര് വളരുന്നെന്നാ എനിക്ക് തോന്നുന്നത്. അവര് വൃത്തിയില്ല, പിന്നെ വയസ്സാവുമ്പോ എന്തായാലും അതിൻ്റെതായ ഒരു ഇതുണ്ടാവുമല്ലോ, അവർക്ക് വൃത്തിയില്ല. പിന്നെ ഈ ചോദിച്ച കാര്യങ്ങൾ തന്നെ നമ്മളിപ്പോ ചെറുപ്പത്തിൽ അവരോട് സംശയങ്ങൾ ഒരുപാട് ചോദിക്കില്ല, പക്ഷെ അവര് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പക്ഷെ അവർക്ക് വയസ്സായി കഴിയുമ്പോൾ അവര് നമ്മളോട് ചോദിക്കുമ്പോൾ പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ദേഷ്യം വരും. പിന്നെ ചോദിച്ചതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവരെവിടെയെങ്കിലും തുപ്പിയാല് അല്ലെങ്കിൽ വൃത്തിയില്ലാണ്ട് കൈ കഴുകി അങ്ങനെയെല്ലാം പിന്നെ സുഖമില്ലാണ്ടാവുമ്പോൾ ഈ ചുമയെല്ലാം ഞാൻ എൻ്റെ പരിസരത്തെല്ലാം കണ്ടിട്ടുള്ളതാ ഞാൻ പറയുന്നത്. അവരിങ്ങനെ തുപ്പൊക്കെ ചെയ്യില്ലേ മാഡം, ചുമയെല്ലാം വരുമ്പോ കഫമെല്ലാം ഉണ്ടായി ഇങ്ങനെ തുപ്പുവെല്ലാം ചെയ്യുമ്പോ ഭയങ്കര വെറുപ്പാണ് അവർക്ക്.
അവർക്ക് ഈ വയസ്സാകുമ്പോ അവർക്ക് ഒരു സുഖമില്ലാണ്ടിരിക്കുമ്പോ അവരെ കുറിച്ചിട്ട് അവർക്ക് തന്നെ ഇത് കുഞ്ഞുങ്ങളെ പോലെയല്ലേ വയസ്സായവര്. നിങ്ങളെ പോലെയാണ്. ഓക്കെ. അപ്പൊ അവര് ഇങ്ങനെ തുപ്പുകയൊക്കെ ചെയ്യുമ്പോ വീട്ടിലുള്ളവർക്ക് ഭയങ്കര വെറുപ്പായിരിക്കും. ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, നമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചിലപ്പോ അവര് ചുമക്കോ, ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര വെറുപ്പാണ്. പക്ഷെ ഈ കുഞ്ഞുനാളില് ആ കുഞ്ഞുങ്ങളെ ആ വെളിച്ചെണ്ണം വല്യമ്മയും ഇങ്ങനെ നോക്കുന്നത്, അവരെത്രത്തോളം അവരെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇത് വരുന്നില്ല. ആ പിള്ളേര് വലുതാവുമ്പോ ആ അവര് ചോദിക്കുന്ന കാര്യം ഈ പിള്ളേർക്ക് മറുപടി ഇല്ല, ദേഷ്യം വരികയാണ്. ഇത് ചോദിച്ചതന്നെ ചോദിച്ചോണ്ടിരിക്കുന്നേ, പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വയസ്സായവരോട് പിന്നെ നമുക്കും നാളെ വയസ്സാവുന്നില്ലൊരു ചിന്ത ആർക്കും ഉണ്ടാവുന്നില്ല. അതാണ് സത്യം. അവരെ നമ്മൾ ഇത് കുറ്റപ്പെടുത്തിയില്ലെങ്കിലും സ്നേഹിച്ചുകൂടെയെന്ന്, സ്നേഹിച്ചില്ലെങ്കിലും കുറ്റപ്പെടുത്താതിരുന്നുകൂടെയെന്നാണ് ഞാൻ പറയുന്നത്. കുറേ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറേ ഇങ്ങനെ പറയുന്ന കേൾക്കുന്നു, വയസ്സായവരെ വൃദ്ധസദനത്തിൽ കൊണ്ടുവിട്ടു, പിന്നെ നോക്കാൻ ആളില്ല, അവർക്ക് ശരിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നില്ല. അവര് അച്ഛനും അമ്മയും രണ്ട് മക്കളും 3 മക്കളുണ്ടെങ്കിൽ അവരൊന്നിച്ച് അച്ഛന് പ്രായമായ അച്ഛനും അമ്മയും, അല്ലെങ്കിൽ അച്ഛനായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും അല്ലെങ്കിൽ രണ്ടുപേരും, അവര് വേറെ ആയിരിക്കും. ഈ അച്ഛനും അമ്മയും മക്കളും അവർക്ക്, പക്ഷെ അവർക്ക് പ്രായമായില്ലല്ലോ, നാളെ പ്രായമായെന്ന് അവര് ചിന്തിക്കുന്നില്ല. അപ്പൊ അവരെ വേറെ നിർത്തും, ഇവരെ വേറെ നിർത്തും. ഭയങ്കര സങ്കടമായ കാര്യമാണ്. നമുക്ക് എന്റെ വീട്ടില് ഇവിടെ ഹസ്ബൻഡിന്റെ അച്ഛന് കുറച്ച് പ്രായം ഉണ്ടായിരുന്നു. അപ്പൊ സുഖമില്ലാണ്ടിരിക്കുമ്പോ പിന്നെ ഇവിടുന്ന് പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അവര് ഇങ്ങനെ വന്നിട്ടാകുമ്പോ അവർക്ക് പേടി. അപ്പൊ അച്ഛൻ നല്ലോണം സുഖമില്ലാണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ നല്ലോണം പോകുന്നതിന് മുന്നേ മരിച്ചു. പിന്നെ പക്ഷെ അപ്പൊ അടുത്തുള്ള ബന്ധുക്കളെല്ലാം വന്നിട്ടാകുമ്പോ അവരെ നോക്കി വളർത്തിയതാ വല്യച്ഛൻ. അവരെ നോക്കി വളർത്തി അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തെല്ലാം കഴിയുമ്പോ അവർക്ക്, പക്ഷേ വല്യച്ഛനെ കാണുമ്പോ പേടിയാ. പേടിയല്ല, സത്യത്തിൽ വെറുപ്പാണെന്ന് നമുക്കറിയാം. പിന്നെ ഭക്ഷണമൊന്നും നേരെ കഴിക്കില്ല, വൃത്തിയാക്കാനൊന്നും പറ്റൂല. അപ്പൊ അവർക്ക് അവരെ കാണുമ്പോ പേടിയല്ല, വെറുപ്പാന്ന് നമുക്കത് അറിയാം. പക്ഷെ അവർക്ക് നാളെ വയസ്സാവുന്നില്ലത് ആരും ചിന്തിക്കുന്നില്ല. അതാണ് സങ്കടം. ഓക്കെ. നെക്സ്റ്റ് ആരാ? പേര് വിളിക്കണം അല്ലെങ്കിൽ നിങ്ങൾ പറയോ? ഞാൻ പറയാം മിസ്സേ. ഓക്കെ. അഭിരാമി. ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ ഉള്ള ഒരു കേസ് വയോജനത്തിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഒഴിവാക്കപ്പെടുന്ന ഒരു കൂട്ടരാണ് അവരിപ്പോ. അവരുടെ വിഷമതകളാ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങളാ, ഒറ്റപ്പെടലുകളൊന്നും ആരും മനസ്സിലാക്കാണ്ട് പോകുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം തന്നെ ഓരോ വീടുകളിലും എല്ലാം ഓര് പിടിച്ചോണ്ടിരിക്കും. ഇവര് ചിലപ്പോ ടിവിനെ ആശ്രയിച്ച് നിക്കുക. പിന്നെ മറ്റുള്ള അന്നത്തെ കോവിഡ് സമയത്താണ് കൂടുതൽ അവരൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. വെച്ചാല് അന്നൊക്കെ അവർക്ക് മറ്റുള്ളവരായിട്ടൊന്ന് സംസാരിക്കുകയും പുറത്തു പോവുകയും, ചിലപ്പോ അമ്പലങ്ങളിൽ പോകുന്ന ആൾക്കാർക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാണ്ടായി, പള്ളികളിൽ പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ. അപ്പൊ അവരുടെ വിഷമതകളൊക്കെ അവരുടെ സ്വയം പ്രായക്കാരായിട്ട് കമ്പയർ ചെയ്തിരുന്ന സമയങ്ങളൊക്കെ അവർക്ക് അപ്പോഴേ തുടങ്ങി ഇല്ലാണ്ടായി തുടങ്ങി. പിന്നെ നമ്മളിപ്പോ ഞാനിപ്പോ പറയാൻ നിൽക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ നമുക്കിപ്പോ എല്ലാ വയോജനങ്ങളെ നമുക്ക് എല്ലാവരെയും ഉൾപ്പെടുത്തി നമുക്ക് സംരക്ഷിക്കാനും പറ്റില്ല. നമ്മുടെ വീട്ടിലുള്ള അച്ചാച്ചനെയും അമ്മാമ്മേനെയും അവരെയൊക്കെ കുട്ടികളുടെ അടുത്തൊക്കെ നല്ല രീതിയിൽ പെരുമാറാൻ പറയാ. അവരുടെ കാര്യങ്ങളൊക്കെ, അസുഖങ്ങളെ കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ തന്നെ എന്തെങ്കിലും എടുക്കാൻ പറയുമ്പോ തന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ദേഷ്യവും, അവർക്ക് കളിക്കാൻ തിരക്കാണ് എല്ലാവർക്കും പിള്ളേർക്കൊക്കെ. അപ്പൊ അതല്ല, ആദ്യം അവരുടെ കാര്യം ചെയ്യാൻ പറയാ. എല്ലാം ഇങ്ങനെ നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ നമ്മളെയും കുറെ നാള് കഴിയുമ്പോ അവര് നമ്മളെയും ഇതുപോലെ അവോയ്ഡ് ചെയ്യും എല്ലാ കാര്യത്തിലും. അവർക്ക് ആദ്യമേ അമ്മയാണ് അല്ലെങ്കിൽ അച്ചാച്ചനാണ്, അമ്മയാണ് അച്ഛനെ വളർത്തിയത്, അവരിൽ നിന്നാണ് നമ്മളെല്ലാവരും ഉണ്ടായെന്നുള്ള ഒരു തിരിച്ചറിവ് ചെറുപ്പം മുതലേ നമ്മള് നമ്മുടെ വീടുകളിൽ കുട്ടികൾക്ക് കൊടുക്കണം. ഞാനിത് പറയാൻ ഞങ്ങള് ജോയിന്റ് ഫാമിലി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഹസ്ബൻഡിന്റെ അമ്മ, പിന്നെ അച്ഛനുണ്ടായ അച്ഛൻ മരിച്ചുപോയി. 3 ചേട്ടനനിയന്മാരാണ്. അതില് രണ്ടാമത്തെ ആളുടെ ഭാര്യയാണ് ഞാൻ.
അപ്പൊ എല്ലാവരും ഞങ്ങൾ കൂട്ടത്തോടെയാണ്. അന്ന് ഞങ്ങള് 4 മക്കളും 3 പെണ്ണുങ്ങളും അച്ഛനും അമ്മയും എല്ലാവരും കൂടി ഒരു കുടുംബത്തിൽ തന്നെ ജീവിച്ചിരുന്ന. എന്നിട്ട് എന്ന് തന്നെ എല്ലാവരും ചോദിക്കും, നിങ്ങൾ തല്ലുപിടിക്കാറില്ലേ എന്ന്. കുട്ടികൾ തമ്മിലും പെണ്ണുങ്ങൾ തമ്മിൽ ഞങ്ങളും പറയാറുണ്ട്, തല്ലുപിടിക്കാറൊന്നുമില്ല, നല്ല സ്നേഹത്തോടെ. അമ്മ നല്ല സ്ട്രോങ് ആണ്, നന്നായിട്ട് എന്ത് ഉണ്ടെങ്കിലും നന്നായി തുറന്ന് ചീത്ത പറയും. പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിക്കണം, അങ്ങനെയൊക്കെ എല്ലാം തുറന്ന് പറയണ ഒരാളായ കാരണമായിരിക്കും നമ്മൾക്ക് വഴക്ക് അന്നൊക്കെ നമ്മൾ സഹിച്ചു നിന്ന്. ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കുന്നത്, അന്നൊക്കെ നമ്മളെ ചീത്ത പറഞ്ഞതിന്റെ അർത്ഥം അല്ലെങ്കിൽ അതിന്റെ വില ഇപ്പോഴാണ് നമ്മൾ അറിയണത്. മക്കളെ ഒരുമിച്ച് നിർത്തണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അവര് നോക്കണം. ഇപ്പോഴും അമ്മ ഉണ്ട്, ഇപ്പോഴും അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോഴും മുന്നിലാണ്. എന്നാലും ഞങ്ങള് കൂടുതലും ഞാൻ തന്നെയാണ് ചെന്നെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അമ്മയുടെ കാര്യങ്ങൾ. അപ്പൊ ഞാൻ എപ്പോഴും മനസ്സിലിങ്ങനെ വിചാരിക്കും, നമ്മള് കാണിക്കുന്നത് കണ്ടിട്ടാണ് ഇനി മക്കള് കാണാൻ പോണ. മക്കള് നമ്മൾ കാണിക്കുന്നത് കാണണം എപ്പോഴും. അത് ചേട്ടൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാറ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവര് പിന്നീട് ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ അമ്മാമ്മയ്ക്കൊന്നും ചെയ്തില്ലല്ലോ, ഞങ്ങൾ എന്തിനാ നിങ്ങക്ക് ചെയ്യണത്, അങ്ങനെ ചോദിക്കും. തിരിച്ചു ചോദിക്കണ ഒരു കാലഘട്ടമാണ് ഇപ്പൊ നമ്മൾക്ക്, പണ്ടത്തെ പോലെയൊന്നുമല്ല. പിന്നെ അവര് കൂടുതലും വഴക്ക് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവര് പണ്ടൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചും ഒക്കെ ജീവിച്ച കാലഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മൾക്ക് കഷ്ടപ്പാടെന്ന് പറയണമെന്നില്ല. 50,000 രൂപയുടെ ഫോൺ വരെയാണ് ഒരു കുട്ടികളുടെ കയ്യിൽ കളിക്കാൻ കൊടുക്കണം അമ്മമാര്. ഒരു എന്തിന്റെ ഒരു മൂല്യം കുട്ടികൾക്ക് അറിയാൻ പറ്റണില്ല. ഒരു 20 വർഷം മുമ്പുള്ള കുട്ടികളല്ല ഇപ്പൊ വരുന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ വഴക്ക് പറയണില്ല, ഒരു വീട്ടിലും കുട്ടികളെ വഴക്ക് പറയണ കേൾക്കണില്ല. അപ്പൊക്കെ അവർക്ക് എന്താണ് ഒന്നിന്റെ മൂല്യം കുട്ടികൾക്ക് അറിയണില്ല. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ മൂല്യം മനസ്സിലാക്കി നമ്മൾ വളർത്തണം, അല്ലെങ്കിൽ നമ്മളെയും ഇതുപോലെ മൂല്യം ഇല്ലാതാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആക്കുവര്. അപ്പൊ നമ്മളെപ്പോഴും എന്ത് കാര്യത്തിനാണെങ്കിലും എല്ലാത്തിനെയും വില, ഇത് ഇത്രയും വിലയുള്ള സാധനമാണെന്നും ഒക്കെ. അപ്പൊ അച്ചാച്ചനും അമ്മാമ്മയുള്ള വീടുകളിലാണെങ്കിൽ അവര് കൂടുതലും പറയും, മോനെ അതൊന്നും നശിപ്പിക്കല്ലേട്ടാ, മോനെ അത് കഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് മോനത്. അമ്മയൊക്കെ ഇപ്പോഴും പറയും, പണ്ടത്തെ ഓരോരോ സാധനങ്ങൾക്കും ഓരോ വിലയുണ്ട്. ഇന്ന സ്ഥലത്ത് പോയപ്പോ ഇത്രയും പൈസ കൊണ്ട് വാങ്ങിച്ചാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അന്നൊക്കെ എല്ലാത്തിനും ഒരു വിലയുണ്ട്. പക്ഷെ ഇന്നൊക്കെ പൈസയുള്ള കാലഘട്ടമാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളെല്ലാത്തിനും മക്കൾക്കൊരു മൂല്യം കൊടുത്ത് നമ്മൾ വളർത്തണം. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് വിഷമിക്കേണ്ടി വരും. എപ്പോഴും ആർക്കാണെങ്കിലും, എത്ര പൈസ ഉള്ള ആൾക്കാർക്കാണെങ്കിലും എല്ലാത്തിനും ഒരു വില കൊടുത്ത്, അതുപോലെ അച്ചാച്ചനും അമ്മാമ്മയ്ക്ക് ഒരു വില കൊടുത്ത്. അതുപോലെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഒരു ഒതുക്കില്ലാണ്ടാണ് വീടുകളിൽ മുതിർന്ന ആൾക്കാർ വന്നാൽ ഇരിക്കുന്നിടത്ത് കൂടി ഇരിക്കാറില്ല. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം. പിള്ളേരൊക്കെ എന്തിങ്ങനെ, ഇന്നത്തെ കാലഘട്ടങ്ങളിൽ എല്ലാവരും അവഗണിക്കപ്പെടുന്ന പോലത്തെ ഒരു ഇതാണ്. വിദ്യാഭ്യാസം കൂടും വരുംതോറും നമ്മൾ ബഹുമാനം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴൊക്കെ. അപ്പൊ ഞാൻ പറയണത്, നമ്മുടെ വീട്ടിലുള്ള ഓരോ ചെറിയ കുട്ടികളെ തുടങ്ങിയിട്ട് നമ്മള് ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പഠിക്കുക. അതുപോലെ ബഹുമാനം, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാൻ പഠിക്കുക. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ പെരുമാറണം എന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. അവരെ ബഹുമാനിക്കാൻ, അവരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ, മടി കൂടാണ്ട് ചോദിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ആദ്യം കുട്ടികൾക്ക് മടിയായിരിക്കും, എന്താ ചോദിക്കണ്ട, അവർക്കൊരു കോംപ്ലക്സ് ആണ്. ആദ്യം വന്ന ആൾക്കാരല്ലേ, അല്ലെ നമ്മുടെ ബന്ധു വീട്ടിൽ വന്നാലും അതെ, അങ്ങനെയൊക്കെ ഒരു മടിയായിരിക്കും. പക്ഷെ പിന്നീട് അതങ്ങനെ മാറി സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് നല്ലൊരു വ്യക്തിയാവാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ പറയണത്. അപ്പൊ ഞാൻ പറയണത്, വീട്ടിലുള്ള അച്ഛനമ്മമാരെ നമ്മൾ ബഹുമാനപൂർവ്വം കണ്ടിട്ട് അവര് ചെറിയ ചീത്തയും വഴക്കൊക്കെ പറഞ്ഞാലും അത് നല്ലതിന് വേണ്ടിയാണ് അത് പറയണതെന്ന് മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാണ്ട് മക്കൾക്ക് തനിയെ ബോധ്യപ്പെടാനായിട്ട് സാധ്യതയില്ല. എപ്പോഴും കുട്ടികളുടെ അമ്മമാരെപ്പോഴും കുട്ടികളെപ്പോഴും നല്ല രീതിയിൽ കാണാൻ മാത്രം ആഗ്രഹിക്കണാണ്. നല്ല രീതിയിൽ കാണുന്നതെന്ന് വെച്ചാൽ കുറെ തെറ്റുകൾ സംഭവിച്ചതിന് ശേഷമാണ് നല്ലത് വരുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നല്ല പഠിക്കില്ല ആരും. കുറെ തെറ്റുകൾ നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിച്ചാലാണ്, തെറ്റിൽ നിന്നാണ് ശരി പഠിക്കണമെന്നാണ് വിചാരിക്കണം. അപ്പൊ അങ്ങനെ കുട്ടികളെ നല്ലൊരു ഇതിലേക്ക് ആക്കണം. അതുപോലെ അവരെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ മോനെ അമ്മാമ്മയ്ക്ക് മരുന്ന് കൊടുക്ക്, അവരെ കൊണ്ട് കൊടുപ്പിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അച്ഛനൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോ അവരായിട്ടൊക്കെ ഷെയർ ചെയ്ത്, വേണ്ടെങ്കിൽ പോലും കുറച്ച് ടേസ്റ്റ് ചെയ്യ്, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കേട്ട്. അപ്പൊ അവരുടെ മനസ്സിന്
അവരെ അംഗീകരിക്കണ്ടല്ലോ എന്നുള്ളൊരു തോന്നല് ഉണ്ടാവും. അങ്ങനെ മക്കളായിട്ട് അവരില് നമ്മള് അച്ഛനമ്മമാരെയൊക്കെ ശരിക്കും സന്തോഷിപ്പിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം എപ്പോഴും ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് ഉണ്ടാവും. കാര്യം എനിക്ക് അച്ഛനും അമ്മയും മരിച്ചു, എന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ്. പക്ഷെ ഞാൻ വന്ന വീട്ടിലത്തെ കാര്യമാണ് ഞാൻ പറയണത്. അപ്പൊ എല്ലാവരും വീട്ടിലമ്മ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ജീവിക്കുന്നത്. ഇപ്പൊ മാറി, പിന്നെ നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്ന് നിൽക്കുകയും എടുക്കുകയും പോവുകയൊക്കെ ചെയ്യുന്ന വീട് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ. അപ്പൊ ഇതൊക്കെ എല്ലാവരും നല്ല രീതിയിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഓരോന്നിങ്ങനെ ഒഴിവാക്കി കളയരുത്. മക്കളുടെ എന്ത് തെറ്റും അത് സാരില്ല, പിന്നെ ശരിയാക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഒട്ടും ഒഴിവാക്കരുത്. അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മക്കളെ നേർവഴിക്ക് നടത്തിക്കൊണ്ടുപോകേണ്ടത് അമ്മമാരാണ് ശരിക്കും. അച്ഛൻ പിന്നെ നേരം ഉണ്ടാവൂല, അച്ഛന്മാരെപ്പോഴും ജോലി തിരക്കായിരിക്കും. അമ്മമാരെപ്പോഴും അത് ശ്രദ്ധിച്ച് കൊണ്ട് നടന്ന് നമ്മുടെ മക്കളെ ചെറുതിലേ തന്നെ എല്ലാം നല്ല ശീലങ്ങളൊക്കെ ശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയണത്. താങ്ക് യു. നന്നായിട്ട് പറഞ്ഞല്ലേ. ഓക്കെ, നെക്സ്റ്റ് ആരാ? സീന ജോസ്. Good afternoon, ma'am. Yes, ma'am. I like to say about the old age. Parna Praja means I don't know how to say. Even I stay with my in-laws, and my husband, mummy, and daddy we are living, and I got 4 children. When mummy and daddy, they are retired HM people. They are retired HM, and okay, a little bit strict take on the. they are a little bit of strict. But we അങ്ങനെ പറഞ്ഞാൽ not over ആയിട്ടും അങ്ങനെ ഇല്ല. But പിള്ളേരോട് ചെറിയ ചെറിയ പണി എടുപ്പിക്കുക, ask them to do this like that. Even I support them. Yeah, you obey your grandparents. They are saying something good to you. അങ്ങനെ in that basic I help them. I also say when you buy something, when you get sweets, you okay, go and give to mom and dad. They like it, so they also feel very much happy. Then പിന്നെ എൻ്റെ പേരൻസിനായാലും they love to go to my house. I don't know more what to say. Okay, ma'am. Thank you. Okay. Next ആരാ? ഞാൻ പറയാം മിസ്സേ. ടോപ്പിക് ഏതാ മോളെ? വിഷുവിനെ കുറിച്ച് പറയാം മിസ്സേ. ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ കേട്ടില്ല, പെട്ടെന്ന് കുഞ്ഞുണർന്നുകൊണ്ട്. അപ്പൊ ഞാൻ വിഷുവിനെ കുറിച്ച് പറയാൻ പോകുന്ന ആദ്യം ആ വിഷുവിനെ കുറിച്ച്, ഉത്സവം എങ്ങനെയായത്, അതിന്റെ ഒരു ഐതിഹ്യത്തെ കുറിച്ച് പറയാം. അപ്പം വിഷു പണ്ട് നരകാസുരൻ എന്ന് പറഞ്ഞ ഒരു അസുര രാജാവ് ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര അഹങ്കാരിയായിരുന്നു. അപ്പം ഭൂമിയിലെ ജനങ്ങൾക്ക് ആ അസുര രാജാവിനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. അന്നേരം കൃഷ്ണനും ഗരുഡ ഭഗവാനും സത്യഭാമ എന്ന ദേവി എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ നരകാസുരനെ വധിക്കാൻ വേണ്ടി ആലോചിച്ചു. അങ്ങനെ നരകാസുരനെ വധിച്ചു. ആ ദിവസമാണ് നമ്മൾ വിഷുവായിട്ട്, ഒരു വസന്തകാലത്തിലാണ് നരകാസുരനെ വധിച്ചത്. അപ്പം ആ ദിവസമാണ് നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. പിന്നെ അസുര രാജാവായ ഇതുപോലെ രാവണന് അഹങ്കാരിയാണല്ലോ. അപ്പം സൂര്യൻ നേരെ, അതായത് വീടിന്റെ മേലെ ഉദിക്കുന്നത് ഇഷ്ടമല്ല. കാരണം നേരെ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ സൂര്യപ്രകാശം ഭയങ്കര ചൂടായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് പുള്ളി അഹങ്കാരി ആയതുകൊണ്ട് ദേഷ്യം. അപ്പം പ്രശ്നമൊക്കെ ആക്കിയപ്പോൾ സൂര്യഭഗവാനോട് പറഞ്ഞു, പ്രശ്നങ്ങളായപ്പോൾ യുദ്ധം അങ്ങനെയൊക്കെ ആയപ്പോൾ സൂര്യഭഗവാൻ പറഞ്ഞു, ഞാൻ ഇനി മുതൽ നേരെ ഉദിക്കുകയില്ല. ഈ അസുര രാജാവിനെ രാവണനെ വധിച്ചതിന് ശേഷം ഞാൻ നേരെ ഉദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാവണനെ വധിച്ചതിന് ശേഷമാണ്, രാമൻ വധിച്ചതിന് ശേഷമാണ് അങ്ങനെ സൂര്യഭഗവാൻ നേരെ ഉദിക്കാൻ തുടങ്ങിയത്. അതിന്റെ സന്തോഷമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നതെന്നും പറയുന്നു. അങ്ങനെയാണ് ഐതിഹ്യം ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞു. അപ്പം കേരളത്തിലെ കാർഷിക ഉത്സവമായിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നത്. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ കണിയുടെയും ഐശ്വര്യത്തിന്റെ ഒരു കൈനീട്ടമായിട്ടാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത്. തുല്യമായതെന്നാണ് വിഷുവിന് അർത്ഥം എന്ന് പറയപ്പെടുന്നു.
രാത്രിയും പകലും ഒരുപോലെ എന്ന അർത്ഥത്തിലാണ് ഈ പേര് വന്നതെന്ന് പറയുന്നു. കേരളത്തിലെ പ്രധാന വിളവെടുപ്പ് ഉത്സവമാണ്. കർഷകരുടെ ഉത്സവമാണ്. വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ വിഷുക്കൈ നീട്ടം, വിഷു സദ്യ, വിഷുക്കണി തുടങ്ങിയ എല്ലാം വിഷുമയമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിഷുമയം എന്നാണ് എല്ലാ വാക്കിലും ഉള്ളത്. അപ്പോൾ ഒരു വിഷു ദിവസത്തെ ഐശ്വര്യം വിഷു ദിവസത്തെ ഐശ്വര്യം നിറഞ്ഞ ആദ്യ കാഴ്ച കണി. അപ്പം എല്ലാ വർഷവും പൂട്ടിനും ആ ഐശ്വര്യം നമുക്ക് ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ കണിയുടെ ഐശ്വര്യ സമൃദ്ധി ഒരു വർഷം നമുക്ക് നീണ്ടു നിൽക്കും, എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പൊ കുഞ്ഞുണർന്നു മിസ്സേ, എനിക്ക് അതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ട്. അപ്പൊ എല്ലാവർക്കും ഞാൻ അഡ്വാൻസ് ആയിട്ട് വിഷു ആശംസിക്കുന്നു. വിഷുവിനെ കുറിച്ചുള്ള ഐതിഹ്യം അറിഞ്ഞത് നന്നായി. ഇതുവരെ വിഷുന്ന് കേട്ടതിൽ ഐതിഹ്യത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. താങ്ക് യു അജിത. ഒരാളും കൂടി ടൈമാവും. ആരുമില്ല? ഓഡിയോ ഓക്കെ. വയോജനങ്ങളുടെ കുറിച്ച് സംസാരിക്കാൻ സമയമുണ്ടോ? അത് മാം, വയോജനങ്ങളുടെ സംരക്ഷണമാണോ സബ്ജക്ട്? വേണമെങ്കിലും പറയാം, അവരെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ്. ഓക്കെ. വയോജനങ്ങള് ഇന്നത്തെ തലമുറയില് നമ്മൾക്ക് ഇപ്പോഴത്തെ തലമുറയിലുള്ള ഏകദേശം ഒരു 80s ഉള്ള പാരന്റ്സ് ഇപ്പൊ കുറച്ചുകൂടി ലക്കിയാന്നാണ് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം നമ്മുടെയൊക്കെ ഈ ജനറേഷൻ കുറച്ചൊക്കെ എന്താ ഒരു പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി വളർന്നവരായതുകൊണ്ട് അവർക്ക് ആ ഒരു ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും എന്നാലും അതൊക്കെ ഒരു റയർ ആയിട്ടേ ഉള്ളൂ. ഒരു ജനറേഷൻ മുഴുവൻ അത് അത്ര അങ്ങോട്ട് ഗ്രാൻഡ് പാരന്റ്സിന് പ്രാധാന്യമില്ലാത്ത തലമുറ ഇപ്പൊ ഇല്ല. പക്ഷെ ഇനി വരുന്ന തലമുറയിൽ അതൊരു വലിയ അപകടം പോലെയാണ് തോന്നുന്നത്. കാരണം പിള്ളേരൊക്കെ ജോലിക്കായിട്ടും ഒക്കെ വിദേശ രാജ്യങ്ങളിലായിരിക്കും. ഇപ്പൊ തന്നെ ആയി തുടങ്ങി. ഒരു 80s അല്ല 60s മുതലുള്ള പാരന്റ്സ് ഇപ്പൊ ഒരു ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഒരു ക്രൈസിസ് ഇനി വയോജനങ്ങൾക്ക് വരാൻ ഇരിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ മനസ്സിലാക്കി നമ്മളുടെ ജനറേഷൻ മനസ്സിലാക്കി ഒരു അങ്ങനെ സൗഹൃദ കൂട്ടായ്മയിലൊക്കെ ജീവിക്കുവാണെങ്കിൽ കുറച്ചൊക്കെ നമ്മളും അത് തരണം ചെയ്തു പോകുമെന്നാണ് വിചാരിക്കുന്നത്. വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ നമ്മുടെ കേരളം ആകാൻ അധികം കാലങ്ങളില്ല എന്നുള്ള ഒരു നിലപാടൊക്കെയാണ്. അവർക്ക് സംരക്ഷണം ചില മാതാപിതാക്കൾക്ക് ഭയങ്കര വാശിയുണ്ട്. ഞാൻ അനുഭവിക്കുന്നതാണ്. പോവില്ലാന്നൊക്കെ പറയും. അവരുണ്ടാക്കിയ ഞങ്ങൾ മാറി നിൽക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷെ അവര് അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല. എന്താണ് രാത്രികളിലൊക്കെ മക്കൾക്കൊക്കെ ജോലിയാണെങ്കിൽ കൂടെ കുറച്ച് നാള് പോയി നിൽക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത്തിരി ബെനഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതിപ്പോ അവരെ നോക്കാൻ ആരുമില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ശരിയാണ്, അവർക്ക് വാശി ഇതൊക്കെ ഉണ്ട്. കുഞ്ഞുമക്കളെ പോലെയാണല്ലോ വയസ്സാവുമ്പോ, ഇല്ലേ? പിടിവാശികള്, അതുപോലെ തന്നെ കുറെ കാര്യങ്ങള് അല്ലെ നമ്മൾ അനുഭവിക്കുന്നതാണ്. നമ്മൾ കല്യാണം കഴിഞ്ഞവരായതുകൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ അതാണ് ഞാൻ പറയുന്നത്. അവരൊക്കെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ഇപ്പോഴത്തെ ഒരു 90s 70s പാരന്റ്സ് കുറച്ച് ലക്കിയാണ്. കാരണം അവരുടെ വാശിയൊക്കെ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കും. അപ്പൊ ഇനി വരുന്ന തലമുറയില് ഒട്ടും അവരെ മനസ്സിലാക്കി ചെയ്യില്ല. രീതിയിലാണ് ഇപ്പൊ എന്റെ കൊച്ചിനോടൊക്കെ എന്തെങ്കിലും ചോദിച്ചാല് അമ്മയ്ക്ക് അത് പോയി എടുത്തൂടെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അത് എടുത്ത് കഴിച്ചൂടെ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഫാനൊന്ന് ഓഫ് ചെയ്യുന്ന പറഞ്ഞാൽ അമ്മയ്ക്കൊന്ന് പോയി എടുത്താൽ എന്താ, അമ്മയ്ക്കൊന്ന് പോയി ഒന്ന് ഓഫ് ചെയ്താൽ എന്താ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ളൊരു റെസ്പെക്ട് ഇപ്പൊ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അഭിരാമി പറഞ്ഞ പോലെ തന്നെ നമ്മളത് അവരോട് പറഞ്ഞ് ശീലിപ്പിക്കണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങള്. ഇവിടെ എന്റെ മദറിൻലോ ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തടുത്താ താമസിക്കുന്നേ. അപ്പോ 5 കിലോമീറ്റർ വ്യത്യാസമുണ്ട്.
അപ്പൊ അവർക്ക് ഒരിക്കലും ആ വീട് വിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല. അവര് രാവിലെ ആകുമ്പോ ഓട്ടോയില് അവർ തറവാട് വീട്ടിൽ പോവും, എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരും. അപ്പൊ ഇതൊരു ഹസ്ബൻഡ് പറയും ഇതൊരു നോൺ പേയിങ് ഗസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. നമ്മളുടെ അടുത്ത് അങ്ങനെ ഒരിക്കലും അവർ അഡ്ജസ്റ്റ് ആവില്ല. അങ്ങനത്തെ ഒക്കെ ഒരു ക്രൈസ്. അപ്പൊ അതൊരു ടൈപ്പ്. അതേ സമയത്ത് എന്റെ വീട്ടില് എന്റെ ഗ്രാൻഡ് മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, മക്കളൊക്കെ വിദേശത്തായിട്ട്. അതും വേറെ മക്കളുടെ കൂടെ പോയി അതും താമസിക്കില്ല, ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. നമുക്കത് ഭയങ്കര ടെൻഷനാണ്. എന്തെങ്കിലും സമയം നേരം വെളുക്കുമ്പോഴേ എഴുന്നേൽക്കുമ്പോഴേ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ. ആരും ഇല്ല, പിന്നെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ല, രാത്രിയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല്. പക്ഷെ അതൊന്നും അവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾക്ക് മനസ്സിലാവണില്ലേ സെർവന്റ് നിർത്തി കൊടുത്താൽ പോലും അവരുമായിട്ട് അവർക്ക് അഡ്ജസ്റ്റ്, അപ്പൊ അവരെ കെയർ ചെയ്യാനും അത് ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് ആരുമായിട്ടും അഡ്ജസ്റ്റ് ആവാൻ പറ്റാത്ത സാഹചര്യങ്ങളിലാണ് അവര്. അപ്പൊ അത് തന്നെ ആരും നിർത്താനും താല്പര്യപ്പെടണില്ല. എന്റെ മദറിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. തറവാട് വീട്ടിലെ വേറെ ആരുമായിട്ട് അഡ്ജസ്റ്റ് ആയി പോവില്ല. സെർവന്റ് നിർത്തി 1 മാസമൊക്കെ നിന്നു, എന്നിട്ട് പിന്നെ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നു. ഇപ്പൊ ഇങ്ങനെയാണ് നടക്കാൻ പറ്റുന്നത് കൊണ്ട് ഇങ്ങനെ ദിവസം രാവിലെ പോയി വരും. അപ്പൊ അവർക്ക് നമ്മളായിട്ട് അഡ്ജസ്റ്റ് ആവാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പല ടൈപ്പ് വയോജനങ്ങളാണ്. അവരെ എങ്ങനെയാ ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം തീരാറായി. ഞാനാ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം അല്ലെ? സ്പീച്ച് കുറച്ച് പേരൊക്കെ പറയാത്തവരുണ്ടല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് പറയുന്ന കാര്യം പറയണ്ടായിരുന്നു. വയസ്സായവര് അവർക്ക് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഒരു സാധനം കിട്ടിയാൽ അവരെല്ലാവർക്കും ഷെയർ ചെയ്യും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല മേഡം. നമ്മളെ പിള്ളേർ തന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരെ കാര്യം കൊടുത്തു അപ്പൊ തന്നെ തിന്നാല് ആർക്കെങ്കിലും വേണോന്നുള്ളൊരു ചോദ്യം ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ല. നേരത്തെ നമ്മളെ മുത്തശ്ശന്മാരെല്ലാം എന്ത് കിട്ടിയാലും പിള്ളേർക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. പക്ഷെ ഇപ്പൊ പിള്ളേർക്ക് അത് അറിയേയില്ല. എല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവര് കഴിക്കും, അവരെ കാര്യം മാത്രം, ആരെ കുറിച്ച് ശ്രദ്ധിക്കൂല. നമ്മള് പാരന്റ്സ് അപ്പൊ പറഞ്ഞു കൊടുക്കാം, പറഞ്ഞവരെ ശീലിപ്പിക്കാം ഷെയർ ചെയ്യാനായിട്ട്. അത് പറയാനുണ്ട്. ആ ഷെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് 2 മക്കളാണേ. അപ്പോ മൂത്ത ആളിന് 6 വയസ്സും രണ്ടാമത്തെ ഓക്ക് 2.5 വയസ്സുമാണ്. അപ്പോ ഈ മൂത്തോള് ഈ ഒരു 3-4 വയസ്സ് വരെ ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമുണ്ട്. അവർക്ക് ഈ ഷെയറിങ് വലിയ ആ ഒരു ഇതില്ല. ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളൊരു മെന്റാലിറ്റി കുഞ്ഞിലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ പോയപ്പോൾ അതങ്ങ് മാറി. പക്ഷേ ഈ 2.5 വയസ്സുള്ള കുഞ്ഞ് എന്തുണ്ടെങ്കിലും ഒരു മുട്ടായിയാണ് കൊടുക്കുന്നതെങ്കിലും ചേച്ചിക്കോ എന്ന് ചോദിക്കും. അത് ഈ മൂത്ത ആളിൻ്റെ എനിക്ക് ഭയങ്കര വിഷമോ, ഷെയർ ചെയ്ത് കൊടുക്കാത്തത് എനിക്ക് ഭയങ്കര വിഷമോ. അപ്പൊ ഞാൻ ഈ ഇളയ ആളിന് കുഞ്ഞിലേ ഒരെണ്ണം എന്തെങ്കിലും എടുത്ത് കൊടുത്താലും ചേച്ചിക്കും കൂടെ കൊടുക്കും, മറുകൈയില് ചേച്ചിക്കും കൂടെ കൊടുക്കും. അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ചാ മൂത്ത ആള് ഇല്ലെങ്കിലും അവള് മറുകൈ നീട്ടും. ചിലപ്പോ സ്കൂളിലായിരിക്കേ, എന്നാലും അവള് മറുകൈ നീട്ടും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷാ. ചേച്ചിയുടെ. അപ്പൊ മൂത്തോള് ഇത് ഷെയർ ചെയ്യൂല, തനിയെ കഴിക്കും. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. അങ്ങനെ ഞാൻ വഴക്കൊക്കെ കൊടുത്ത് പറഞ്ഞ് ഇപ്പൊ സ്കൂളിലായാലും ഒരു ചോക്ലേറ്റ് ആണ് കിട്ടുന്നതെങ്കിലും അനിയത്തിക്ക് കൊണ്ടുവരും. പക്ഷെ അത് ഒന്നാണ് കൊണ്ടുവന്ന് 2 പേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അമ്മ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഷെയറിങ് മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് ഭയങ്കര സന്തോഷമാണ്. അവള് മറുകൈ നീട്ടില്ലേ, അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. 2.5 വയസ്സാണെങ്കിൽ അവൾ അതൊരു ചെയ്യുന്നില്ലേ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ കുഞ്ഞുങ്ങളെ തീർത്തും കുറ്റം പറയരുത്. അമ്മമാരും കൂടെ ഒന്ന് ട്രെയിൻ ചെയ്താൽ എനിക്ക് തോന്നുന്നു ശരിയായിട്ട് വരും. ആരെ പറഞ്ഞേന്ന് ഞാൻ പറയാം. എന്റെ മോള് അങ്ങനല്ല, എന്റെ എൽഡറിന് 6 years ആയി, അവൾക്ക് 7. ബട്ട് അവൾ ഡെഡ് ഓപ്പോസിറ്റ്. ഷെയറിങ് ഈസ് എ കെയറിങ്, അവള് പോളിസി. ബട്ട് അമ്മനല്ല, അമ്മനെ വിട്ടിട്ട് ഇല്ല പുറത്തില്ല ആൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യും. ഒരു ചോക്ലേറ്റ് ആയെങ്കിൽ കൊണ്ടിട്ട് അതിനെ ഷെയർ 10 ആളുണ്ടെങ്കിൽ 10 കഷ്ണാക്കിയിട്ട് കൊണ്ടിട്ട് കൊടുക്കും. അതിന് അമ്മന് തരൂല, അമ്മന് വേണ്ട. എന്തിനാ? അമ്മ ഇല്ലതെല്ലാം എനക്ക് തരുമല്ലോ നീ, അപ്പൊ നിനക്ക് വേണ്ട. ഈടപ്പൊ ഇപ്പൊ എന്റെ അമ്മന്റെ വീട്ടിലില്ലാടെ ഒരു എൽഡേഴ്സ് യോഗത്തിന് വരും മോളില്, ഫ്ലാറ്റിന്റെ മുകളില്. അവക്കാകെ ചെറിയ കഷ്ണം കൊടുക്കും ഞാന്, കേക്കോ എന്തോ ആയെങ്കോ. ആ കേക്കിനെ കൊണ്ടിട്ട് ആ 10 ആളോ വായിക്ക് കൊടുത്തിട്ട് അവള് തിന്നും. അപ്പൊ അവര് വന്നിട്ട് പറയും ഒരു ചക്കിളി ആയെങ്കോ സാരില്ല, അതിനെ കൊണ്ടിട്ട് ആ 10 ആൾക്ക് ഷെയർ ചെയ്തിട്ട് അവള് തിന്നൂന്നു.
ബട്ട് അത് അമ്മയ്ക്ക് ചെയ്യൂലെന്നേ പ്രശ്നമില്ല വേണ്ടത്. പറയൂ, അവള് ഇപ്പോഴേ ഷെയറിങ് ഇസ് കെയറിങ് പറയുള്ളൂ. ഈവൻ അവളെ കളർ പെൻസിൽ ആവട്ടെ, ബുക്സ് ആവട്ടെ, വരുമ്പോ കുഞ്ഞു പിള്ളേർക്കെല്ലാം കൊടുത്തിട്ടേ വരും. ഞാൻ സാരില്ല മമ്മി, അവർക്ക് അവരുടെ ആടം മമ്മി മാഞ്ചു കൊടുക്കുന്നില്ല, എനക്ക് മാമൻ മാഞ്ചി തരൂലേ, അവർക്ക് ഇക്കട് കൊടുത്ത സാധനല്ല ഏത് റിട്ടേൺ ഇതുവരെ വന്നിട്ടാ. ഇവൻ ലാസ്റ്റ് ടൈം ഇവിടെ ഒരു ആള് ബ്രദറായി അഡ്ജസ്റ്റ് ചെയ്യും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഇല്ല ആള് എന്റേത്. ആ Sign out. Sorry, sign out. A very good afternoon to ma'am and my dear friends. Myself, Reshma Rajesh. Let's sign off from today's online class. Thank you, Milrose ma'am, for today's engaging lessons, guidance, and support. And I appreciate the opportunity to learn and grow with you all. Today, we had discussed about the topics human values, elder people, father's influence in our life, infrastructure problems in government school, Vishu, etc. It was a good interactive section. Thank you, ma'am, for giving this opportunity. Looking forward to our next session and exploring more concepts together. Wishing everyone a wonderful evening and a productive week ahead. Thank you once again. Thank you all. Okay. Thank you, ma'am. Next class il കാണാം ട്ടോ. Okay. താങ്ക് യു മാം. Thank you.